ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ 6 മാർക്കിന് വരാൻ പോകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. ഇമെയിൽ റൈറ്റിങ്ങിനെക്കാളും സിമ്പിളായിട്ട് വേറെ ഒരു പരിപാടിയില്ല. കാരണം അത്രത്തോളം ഈസിയാണ് അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 6 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർമാറ്റ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്, വേഗം പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ ഇമെയിലിൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇമെയിലിൻ്റെ ഫോർമാറ്റിൽ ഒരു ഫ്രം എന്ന് എഴുതുക. നമ്മൾ എഴുതണം ഫ്രം എന്ന്, ഒരു കുത്തുകുത്തിടുക. എന്നിട്ട് ആരാണ് നമ്മൾ ഫ്രം, നമ്മൾ ഒന്നെങ്കിലും മണിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും, നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും പറഞ്ഞില്ല. നമ്മുടെ പേര് എഴുതുക, ഇമെയിൽ അഡ്രസ്സ് എന്തെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഇങ്ങനത്തെ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ എഴുതാം, അത് ഇല്ലാണ്ട് എഴുതാം, ഒരു കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യുക, 2 എന്ന് പറഞ്ഞ കുത്തിടുക. ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അയാളുടെ പേര് എഴുതുക, ഇമെയിൽ അഡ്രസ്സ് എഴുതി വെക്കുക. ഇനി ചിലപ്പോൾ നമുക്ക് ഇമെയിൽ മാത്രം അഡ്രസ്സ് എഴുതിയാലും മാർക്ക് കിട്ടും, അത് കുഴപ്പമൊന്നുമില്ല. ചില പരീക്ഷയിൽ ചില ടീച്ചേഴ്സ് ഫ്രം എഴുതിയില്ലെങ്കിലും മാർക്ക് തരും. പക്ഷേ എപ്പോഴും അത് ഫ്രം 2 എഴുതി വെക്കുക, എപ്പോഴും സേഫ് ആയിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് പബ്ലിക് എക്സാമിനൊക്കെ പോകുമ്പോൾ ഫ്രം 2 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വേണ്ട സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുത്തുകുത്തിടുക, ഒരൊറ്റ സെൻറ്റൻസിൽ സബ്ജക്റ്റിൽ കാര്യം പറയുക, എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, ഡിയർ സർ ഓർ മാഡം. ഫ്രണ്ട്സ് ആണെങ്കിൽ ഡിയർ ആ ഫ്രണ്ടിൻ്റെ പേര് പറയാം. എന്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ അത് ഇമെയിൽ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ലെറ്ററിലൊക്കെ ഉള്ള പോലെ ചെറുതായിട്ട് പറയാം. അവസാനം കൺക്ലൂഷൻ കൂടി പറയാം. കൈൻഡ്ലി ബ്ലാ ബ്ലാ ഇന്ന അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. ഐ ഹോപ്പ് യു വിൽ ടേക്ക് ഇമീഡിയറ്റ് ആക്ഷനോ, അല്ലെ ഐ ഹോപ്പ് യു ടു ഫ്രണ്ട് ആണെങ്കിൽ ഐ ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വെക്കേഷനോ എല്ലാം പറയാം. എന്നിട്ട് യോസ് ട്രൂലി അല്ലെ യോസ് ഫെയ്ത്ത്ഫുള്ളി എന്നും പറയാം. നിങ്ങളുടെ പേരും പറയാം. സൈൻ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫ്രം വേണം, 2 വേണം, സബ്ജക്റ്റ് വേണം, ഡിയർ ആരാണോ അത്, ആ ഒരു സാല്യൂട്ടേഷൻ വേണം, മെയിൻ ആയിട്ടുള്ള കാര്യം പറയാം, ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെ യുവേഴ്സ് ട്രൂലി നിങ്ങളുടെ പേര്. ഈ സിമ്പിൾ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ തന്നെ ആ 6 മാർക്കിൽ ഒരു 4.5 മാർക്കെങ്കിലും പോരും. ബാക്കി 1.5 മാർക്ക് നിങ്ങൾ എഴുതുന്ന കണ്ടന്റൊക്കെ വൃത്തിയിൽ എഴുതിയാൽ മതി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പത്മശ്രീ അരുണാചലം മുരുകനാഥംസ് ജേർണി ഫ്രം എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ടു പാഡ്മാൻ ഓഫ് ഇന്ത്യ ഇസ് ട്രൂലി ഇൻസ്പയറിംഗ്. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ കൺഗ്രാറ്റുലേറ്റിംഗ് ഹിം ഓൺ ഹിസ് എഫേർട്സ് ടുവേർഡ്സ് വിമൻ എംപവർമെന്റ് ആൻഡ് ഹിസ് എക്സംപ്ലറി വിഷൻ. അപ്പം നമ്മൾ മൂപ്പർക്ക് കൺഗ്രാറ്റുലേറ്റിംഗ് മെയിൽ അയക്കണം. മെയിൽ കേട്ടോ. അപ്പോൾ എന്താ വേണ്ടത്, ഫ്രം നിങ്ങളുടെ പേര് പറയാം, എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു മെയിൽ ID എഴുതി വെക്കുക. ഈ സാധനം വേണമെന്നൊന്നുമില്ല കേട്ടോ. 2 അരുണാചലം മുരുകനാഥൻ എഴുതി വെക്കുക, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് എഴുതി വെക്കുക. സബ്ജക്റ്റ് എന്ത് ചെയ്യുക, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഇൻസ്പയറിംഗ് വർക്ക് ഫോർ വിമൺ. ഒറ്റ സെൻറ്റൻസ്. ഡിയർ സർ അല്ല, ഡിയർ സർ എന്ന് പറയാം, പേരൊന്നും വിളിക്കണ്ട, ഒരു ഹയർ അതോറിറ്റി പേഴ്സൺ അല്ലേ, പത്മശ്രീ ഒക്കെ അല്ലേ. അപ്പോൾ ഡിയർ സർ, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്ലാസ് 10ാം സ്റ്റുഡൻറ്റാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഐ റെഡ് അബൌട്ട് യുവർ വർക്ക്, ടെക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു. യുവർ ജേർണി ബ്ലാ ബ്ലാ ബ്ലാ, എന്നെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. വിമൺ, അത് നിങ്ങൾ പറയുക അല്ലേ. ഒരു കൺക്ലൂഷൻ ഒന്നും കൂടി പറയുക. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ പത്മശ്രീ ആൻഡ് ഓൺ യുവർ ഗ്രേറ്റ് വിഷൻ, മേ യു കണ്ടിന്യൂ ടു ഇൻസ്പയർ യങ് പീപ്പിൾ ലൈക്ക് അസ് എന്നുള്ള ഇതിൽ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. യുവേഴ്സ് സിൻസിയർലി അല്ലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെ യുവേഴ്സ് ട്രൂലി നിങ്ങളുടെ പേര് പറയുക. പരിപാടി തീർന്നു, 6 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായി. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് എന്ത് ചോദ്യം വന്നാലും അല്ലേ, യുവർ ഇന്നോവേറ്റീവ് ഐഡിയ ഫോർ സസ്റ്റൈനബിൾ വേസ്റ്റ് ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു ബോലൻ ഇൻഡസ്ട്രീസ് എൻക്വയറിംഗ് അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ഐഡിയ. നിങ്ങളുടെ ഐഡിയയുടെ കാര്യം എന്താണ്, നമ്മുടെ ശ്രീകാന്ത് ബോലൻ ഇൻഡസ്ട്രീസ് അയക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫോർമൽ ഇമെയിലാണിത്, ഒന്നുമില്ല. വീണ്ടും എന്താണ് നിങ്ങളുടെ പേര് പറയുക, ഫ്രം അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് അല്ല, ഇമെയിൽ അഡ്രസ്സാണ് ഉദ്ദേശിച്ചത്. ടു ദ മാനേജർ ബോലൻ ഇൻഡസ്ട്രീസ് അല്ലെ ശ്രീകാന്ത് ബോലിലേക്ക് വായിക്കാൻ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കുക. സബ്ജക്റ്റിൽ ഒറ്റ സെൻറ്റൻസിൽ കാര്യം കൊടുക്കണം. റിക്വസ്റ്റ് ഫോർ സപ്പോർട്ട് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഡിയർ സർ ഓർ മാഡം എന്ന് കൊടുക്കാൻ കാരണം എന്താ, കാരണം മാനേജർ സാർ ആണോ മാഡം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിയർ സർ / മാഡം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു കോമ ഇടുക, പറഞ്ഞ കാര്യം പറയാം. ഓക്കെ, നേരെ കാര്യത്തിലേക്ക് കയറുക. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറയാം. മൈ ഇന്നോവേറ്റീവ് ഐഡിയ ഫോർ ഐ വുഡ് ലൈക്ക് ടു കൈൻഡ്ലി, ഇപ്പോൾ ഒരു ഫോർമൽ ആകുമ്പോൾ കൈൻഡ്ലി ഗിവ് മി യുവർ ഗൈഡൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ടു ബ്ലാ ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ഫൈനൽ റിപ്ലൈ എന്ന് വേണം കൊടുക്കുക. യുവർസ് ട്രൂലി, സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി, വാട്ട് എവർ പേരും കൊടുക്കുക, പരിപാടി തീർക്കുക. ഈ സാധനം വൃത്തി അങ്ങോട്ട് ചെയ്തു വെച്ചാൽ ആ 6 മാർക്ക് ഒരു കാരണവശാലും 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഫോർമാറ്റ് തെറ്റിക്കരുത്. പിന്നെ ചിലപ്പോൾ ചില കുട്ടി സംശയിക്കും വരയൊക്കെ വരയ്ക്കണം. വരയൊന്നും വരയ്ക്കണ്ട, സിമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഫ്രം കുത്തുകുത്ത്, 2 കുത്തുകുത്ത്, സബ്ജക്റ്റ് കുത്തുകുത്ത്, ഡിയർ സാല്യൂട്ടേഷൻ, അവസാനം ഈ സാധനം എഴുതി വെച്ചാൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. ഈ ചാനലിലെ ബാക്കിയുള്ള ഡിസ്കോഴ്സിൻ്റെ വീഡിയോസും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.